Hi students, welcome to the video lectures of CS364 Mobile Computing. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 സെക്കൻഡ് ഹാഫ് പോർഷനായ മൊബൈൽ ട്രാൻസ്പോർട്ട് ലെയറാണ്. ഈ സെക്ഷനിൽ മെയിൻലി 5 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രഡീഷണൽ TCP, ഇൻഡയറക്റ്റ് TCP, സ്നൂപ്പിംഗ് TCP, മൊബൈൽ TCP ആൻഡ് ട്രാൻസ്മിഷൻ. സോ ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കായ ട്രഡീഷണൽ TCP ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ടോപ്പിക് നമുക്കൊരു TCP അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാവണം. നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ TCP IP മോഡൽ അല്ലെങ്കിൽ ISO OSI മോഡലിലൊക്കെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നൊരു ലെയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. മൊബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ കുറച്ച് ഹെൽപ്പാണ്, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ കേപ്പബിലിറ്റീസാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിന് മെയിൻലി 2 റെസ്പോൺസിബിലിറ്റീസാണുള്ളത്. ഒന്ന് ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡാറ്റയുടെ മൾട്ടിപ്ലക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിങ് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി 2 പ്രോട്ടോക്കോൾസാണ് ഈ ലെയറിൽ യൂസ് ചെയ്യുന്നത്, TCP ആൻഡ് UDP. നിങ്ങൾ ഈ 2 പ്രോട്ടോക്കോളിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വർക്കിംഗ് CN എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ടാവും. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇതിൻ്റെ കുറച്ച് വേരിയൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ട്രഡീഷണൽ TCP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് TCP എന്ന് അറിഞ്ഞാലേ അതിൻ്റെ വേരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ ആൻഡ് UDP യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ ഈസ് കണക്ഷൻലെസ്. ഫസ്റ്റ് പോയിന്റിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ TCPയിൽ സെൻഡറും റിസീവറും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. UDPയിൽ സെൻഡർ റിസീവർ റെഡിയാണോ അല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യാതെയാണ് ഡാറ്റാസ് സെൻഡ് ചെയ്യുക. ഇനി അത് ഇങ്ങനെ ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ TCPയിലെ ഗ്യാരണ്ടീഡ് ഡെലിവറി ഓഫ് പാക്കറ്റ്സ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതായത് ഡാറ്റ അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കറക്റ്റ് അക്നോളജ്മെൻറ്റ് റിസീവറിൽ നിന്ന് സെൻഡറിലേക്ക് കിട്ടും. പക്ഷേ UDPയുടെ കേസിൽ നമുക്ക് അങ്ങനെ പാക്കറ്റ് കറക്റ്റായിട്ട് ഡെലിവർ ആയോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് പറയാൻ പറ്റില്ല. പിന്നെ TCP ഇങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടത്തുന്നത് കൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കോംപ്ലക്സ് ആണ്. പക്ഷേ UDP നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇതിൽ നമ്മൾ CN അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന TCP കൺസെപ്റ്റാണ് നമുക്കിവിടെ ട്രഡീഷണൽ TCP എന്ന പേരിൽ നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ട്രഡീഷണൽ TCP ഏത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആയാലും ബേസിക്കലി അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ അത് പോയിൻ്റ് ടു പോയിൻ്റ് സർവീസ് ആയിരിക്കും. പോയിൻ്റ് ടു പോയിൻ്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സെൻഡർ ഒരു സിംഗിൾ റിസീവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു സെൻഡറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ റിസീവറിലേക്ക് ഒരുമിച്ച് ഡാറ്റ സെൻഡ് ചെയ്യുക എന്നുള്ളത് TCPയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇത് മൾട്ടി കാസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യണില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഫുൾ ഡ്യൂപ്ലെക്സ് സർവീസാണ്. ഫുൾ ഡ്യൂപ്ലെക്സ് സർവീസ് ആണെന്ന് പറഞ്ഞാൽ എന്താ, സെൻഡറിന് റിസീവറിലേക്കും റിസീവറിന് സെൻഡറിലേക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ വരുന്ന മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് കൺജഷനാണ്. അപ്പോൾ അതിനെ കൺജഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഇവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പ്രോട്ടോക്കോൾ പഠിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു 4 ടോപ്പിക്കാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹൗ ഇറ്റ് ഈസ് കൺട്രോൾഡ് കൺജഷൻ, ദെൻ വാട്ട് ഈസ് സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം, ആൻഡ് വാട്ട് ഈസ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി, ആൻഡ് ദ ലാസ്റ്റ് ഈസ് ഇംപ്ലിക്കേഷൻസ് ഓൺ മൊബിലിറ്റി. കൺജഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിഷൻ പാത്തിൽ ഉണ്ടാകാവുന്ന ഒരു ടെമ്പററി ഓവർലോഡാണ്. ഇങ്ങനൊരു ഓവർലോഡ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണു. ആ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസീവർ എൻഡിൽ ഒരു റൂട്ടർ ഉണ്ടാവും, സെൻഡർ സൈഡിലും റൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ സെൻഡർ ഡാറ്റ
സെൻഡ് ചെയ്യുന്ന അതേ സ്പീഡിൽ ചിലപ്പോൾ റിസീവറിന് അത് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്ന് വരില്ല. അപ്പോൾ എന്ത് പറ്റും, റിസീവറിൻ്റെ റൂട്ടർ അതിലേക്ക് റിസീവറിലേക്ക് ഡാറ്റ പാക്കറ്റ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടർ ആ ഡാറ്റാസിനെയൊക്കെ അധികമായിട്ട് വരുന്ന ഡാറ്റാസിനെ എല്ലാം അവർ ബഫർ ചെയ്ത് വെക്കും. എന്നിട്ട് റിസീവറിന് റിസീവ് ചെയ്യാൻ പറ്റുന്ന സ്പീഡിലായിരിക്കും അതിനെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭയങ്കര സ്പീഡിൽ ഡാറ്റാസ് വന്നുകൊണ്ടിരുന്നാൽ റിസീവറിൻ്റെ ബഫർ എന്ത് ചെയ്യും, അയാൾക്ക് എല്ലാ ഡാറ്റനെയും കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അയാൾ കുറച്ച് ഡാറ്റ പാക്കറ്റ്സിനെ അവിടെ നിന്ന് ഡിസ്കാർഡ് ചെയ്ത് കളയും. അപ്പോൾ ബഫർ ഡിസ്കാർഡ് ചെയ്ത് കളയുന്ന ഡാറ്റ പാക്കറ്റ് ചിലപ്പോൾ നമുക്ക് നീഡഡ് ആയിട്ടുള്ള ഡാറ്റ പാക്കറ്റ്സ് ആവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് ഇൻഫോർമേഷൻ ലോസ് ആണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് ലോസിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് കൺജഷൻ വരുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റൂട്ടേഴ്സ് ഡിസിഷൻസ് എടുക്കുമ്പോൾ, പാക്കറ്റ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ പാക്കറ്റ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാക്കറ്റ്സ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഓൾറെഡി എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെൻഡർ അയച്ച ഡാറ്റാസ് റിസീവറിന് എത്തിയിട്ടില്ല എന്ന് കാണുമ്പോൾ അത് സോൾവ് ചെയ്യാൻ ഇനിയും ഫർദർ മോർ പാക്കറ്റ്സ് ഡ്രോപ്പ് ആവാതിരിക്കാൻ വേണ്ടി സെൻഡറും റിസീവറും കുറച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്യും. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, പാക്കറ്റ് ലോസ് ഇല്ലാതെ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അവർ കുറച്ച് സൊല്യൂഷൻസൊക്കെ കണ്ടുപിടിക്കും. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ കൺജഷൻ എന്ന് പറയുന്നത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ പാത്തിൽ എവിടെയെങ്കിലും ഒരു ഓവർലോഡ് ഉണ്ടാവുന്നത് വഴി പാക്കറ്റ് ലോസ് വരുന്നതിനെയാണ് നമ്മൾ കൺജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓവർലോഡ് വന്നാൽ അതിൻ്റെ എഫക്റ്റാണ് ഈ പാക്കറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യണം, കാരണം ഈ പാക്കറ്റ് ലോസായി പോവുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അപ്പോൾ ഈ പാക്കറ്റ് ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, എങ്ങനെ ഒരു ട്രാൻസ്മിഷൻ പാക്കറ്റുകൾ ലോസ് ആവുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൺജഷൻ സംഭവിച്ചത് കൊണ്ടാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് സെൻഡർ ട്രാൻസ്മിഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യും. TCP എന്ത് ചെയ്യും, സെൻഡറിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ട്രാൻസ്മിഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്ലോ സ്റ്റാർട്ട് ആൻഡ് ദ സെക്കൻഡ് ഈസ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് TCP കൺജഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം വരുന്ന ആളാണ് സ്ലോ സ്റ്റാർട്ട്. അപ്പോൾ സ്ലോ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെക്കാനിസത്തിൽ എങ്ങനെയാണ് ഇവർ കൺജഷൻ ഹാൻഡിൽ ചെയ്യണത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ TCP സെൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു സെൻഡർ ഒരു റിസീവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഡാറ്റ സെൻഡറിൽ നിന്ന് പോയി അത് റിസീവറിലെത്തി ആ പെർട്ടിക്കുലർ ഡാറ്റയുടെ റിസീവ് ചെയ്തു എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡറിലേക്ക് എത്തുക. അതാണ് ഈ ഫിഗറിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് പോയി ആ പാക്കറ്റ് 0 അക്നോളജ്മെൻറ്റ് 0 നമുക്ക് തിരിച്ച് കിട്ടാനെടുക്കുന്ന ആ ടൈമിനെയാണ് റൗണ്ട് ട്രിപ്പ് ടൈം RTT എന്ന് പറയാം. അപ്പോൾ ഈ ഒരു റൗണ്ട് ട്രിപ്പ് ടൈമിനേക്കാൾ കൂടുതലായിട്ട് നമ്മളൊരു ടൈമർ, ഈ ഒരു വാലിഡിറ്റി അതിൻ്റെ റിട്ടേൺ ഇവിടെ എത്തുന്നത് വരെയുള്ള ടൈം നമ്മൾ ഇതിനൊരു സെൻഡർ അതിനൊരു വാലിഡ് ആയിട്ടുള്ളൊരു ടൈമർ സെറ്റ് ചെയ്ത് വയ്ക്കും. ആ റൗണ്ട് ട്രിപ്പ് ടൈമിനേക്കാൾ കൂടുതലായിട്ടും ഈ അക്നോളജ്മെൻറ്റ് തിരിച്ചെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമർ എക്സ്പയർ ആയി പോവും. ടൈമർ എക്സ്പയർ ആയിട്ട് അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാൾ വീണ്ടും ഈ പാക്കറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു സെൻഡർ റിസീവറിലേക്ക് ഒരു പാക്കറ്റായിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യും, ആ പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇനി ആ അക്നോളജ്മെൻറ്റ് ഈ ടൈമർ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പേ കറക്റ്റായിട്ട് റിസീവ് ആവുന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, ഈ പെർട്ടിക്കുലർ നമ്പർ ഓഫ് പാക്കറ്റ്സിനെ ഡബിൾ ചെയ്യും. അത് എവിടെയാണ് ഡബിൾ ചെയ്യണേ, ഇവരുടെ ട്രാൻസ്മിഷൻ വിൻഡോ, ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ ആദ്യം ഒരു ഡാറ്റ സെൻഡ് ചെയ്യുക, അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുശേഷം 2 ഡാറ്റ സെൻഡ് ചെയ്യും, അപ്പോൾ 2 എണ്ണത്തിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് ആ ടൈമർ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പേ എത്തുന്നുണ്ടോ എന്ന് നോക്കും. അതും കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, എഗെയിൻ ട്രാൻസ്മിഷൻ വിൻഡോൻ്റെ സൈസ് ഡബിൾ ചെയ്യും. അപ്പോൾ 2 എന്നുള്ളത് 4 ആക്കും. അപ്പോൾ 4 പാക്കറ്റ് സെൻഡ് ചെയ്യും. ആ 4 പാക്കറ്റിൻ്റെയും അക്നോളജ്മെൻറ്റ് കറക്റ്റായിട്ട് റിസീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇതൊരു എക്സ്പൊണൻഷ്യലി ആണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്രോ ചെയ്യുന്നത്. ഇങ്ങനെ പോയി എവിടെയെങ്കിലും വെച്ച് കൺജഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഡബിൾ ചെയ്യുന്ന
ട്രാൻസ്മിഷൻ വിൻഡോ, ആ വിൻഡോ സൈസ് ഡബിൾ ചെയ്യുന്നതിന് ഒരു ത്രെഷോൾഡ് വാല്യൂ കീപ്പ് ചെയ്യും. ഈ ത്രെഷോൾഡ് വാല്യൂ കഴിഞ്ഞാൽ എവിടെ വെച്ച് വേണമെങ്കിലും കൺജഷൻ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവാം. അപ്പോൾ അവിടെ ഒരു ത്രെഷോൾഡ് വാല്യൂ കീപ്പ് ചെയ്യും. ഈ ത്രെഷോൾഡ് വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിൻഡോ ഡബിൾ ചെയ്യില്ല, പിന്നെ ലീനിയർലി ആണ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അതാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം കൺജഷൻ വിൻഡോയുടെ സൈസ് 1 ആയിരുന്നു, 1ൽ നിന്ന് അത് 2 ആയി, 2ൽ നിന്ന് 4 ആയി, 4ൽ നിന്ന് 8 ആയി. അപ്പോൾ 8 എന്ന് പറയണതായിരുന്നു ഇവിടുത്തെ കൺജഷൻ ത്രെഷോൾഡ് വാല്യൂ. 8 എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൺജഷൻ അവോയ്ഡൻസിന് വേണ്ടിയിട്ട് പിന്നെ ലീനിയർലി ആണ് ഈ ഡാറ്റ ഇൻക്രിമെൻറ്റ് വരിക. പിന്നെ 9, 10, 11, 12 അങ്ങനെ വരും. ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കൺജഷൻ വന്നു, ഡാറ്റ പാക്കറ്റ് ലോസ് ആവുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ വെച്ച് കറൻറ്റ് ട്രാൻസ്മിഷൻ വിൻഡോ അല്ലെങ്കിൽ കൺജഷൻ വിൻഡോൻ്റെ സൈസ് എന്താണോ അതിൻ്റെ ഹാഫാക്കി ത്രെഷോൾഡിനെ റീസെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 12 എന്ന് പറയുന്ന വാല്യൂവിൽ എത്തിയപ്പോഴാണ് കൺജഷൻ ഒക്കർ ചെയ്തത്. സോ ത്രെഷോൾഡ് വാല്യൂ വിൽ ബി 12/2 6. അപ്പോൾ പുതിയ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അതിനുശേഷം വിൻഡോൻ്റെ സൈസ് 1 ആക്കി റീസെറ്റ് ചെയ്യും. എഗെയിൻ അവർ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു പാക്കറ്റ് അയച്ചു നോക്കും. ആ പാക്കറ്റ് അവിടെ റിസീവ് ആയ അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ അതിനെ ഡബിളാക്കി 2 ആക്കും. 2 അക്നോളജ്മെൻറ്റ് തിരിച്ച് റിസീവ് ചെയ്താൽ 2നെ 4 ആക്കും. അങ്ങനെ 6 വരെ ഡബിൾ ചെയ്യുള്ളൂ. എങ്ങനെ? എക്സ്പോണൻഷ്യൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 6 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ത്രെഷോൾഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലീനിയർ ഇൻക്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ 7, 8 അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെയാണ് സ്ലോ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെക്കാനിസത്തിൽ ഒരു കൺജഷൻ ഒക്കർ ചെയ്താൽ അതിനെ റിസോൾവ് ചെയ്യണത്. ഇനി ഡാറ്റ TCP എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 3 ഫേസസ് ഉണ്ട്. അതിന് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ട്, കണക്ഷൻ ടെർമിനേഷൻ ഉണ്ട്. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ ഒരു 3-way ഹാൻഡ് ഷേക്കിംഗ് വഴിയാണ് നടക്കുക. ഒരു റിക്വസ്റ്റ് അയക്കും, അതിനൊരു റെസ്പോൺസ് അയക്കും, അതിന് തിരിച്ച് അക്നോളജ്മെൻറ്റ് അയക്കും. അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മെസ്സേജെങ്കിലും അവർ പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുക. ഇതുപോലെ തന്നെ അവർ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുമ്പോഴും ഒരു ടെർമിനേഷൻ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ, കണക്ഷൻ ക്ലോസിനുള്ള മെസ്സേജ് അയക്കും, അതിന് റിപ്ലൈ അയക്കും, അതിന് അക്നോളജ്മെൻറ്റ് അയക്കും. അങ്ങനെ ഒരു 3 മെസ്സേജ് അവിടെയും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് TCPനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. തൊട്ടടുത്ത മെത്തേഡ് പറയണമെങ്കിൽ ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി എന്ന് പറയുന്ന മെത്തേഡ് പറയണമെങ്കിൽ സീക്വൻസ് നമ്പർ, അക്നോളജ്മെൻറ്റ് നമ്പർ അല്ലെങ്കിൽ ടൈം ഔട്ട്, ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. അതിൽ സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അയക്കാൻ പോകുന്ന ഡാറ്റ പാക്കറ്റ് ഒരു 10,000 ബൈറ്റ്സ് ഓഫ് ഡാറ്റ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 ബൈറ്റ്സ് ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യാണ്. എൻ്റെ സെഗ്മെൻറ്റിൻ്റെ സൈസ് 10 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഞാൻ അതിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും എനിക്ക് 1000 ഡാറ്റാസ് ഉള്ള 10 സെഗ്മെൻ്റ് ആയിട്ടാണ് ഞാനിതിന് അയക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് 0 to 999 വരെയുള്ള ഡാറ്റാസ് ആയിരിക്കും. ഇപ്പോൾ 0 to 999 എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റിൻ്റെ സൈസ്. അപ്പോൾ അവിടെ എൻ്റെ സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ ഓഫ് ഡാറ്റയിലത്തെ ഫസ്റ്റ് വാല്യൂ എന്താണോ, അപ്പോൾ 0 ആണ് എൻ്റെ ആദ്യത്തെ സീക്വൻസ് നമ്പർ. രണ്ടാമത്തെ സെറ്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് എവിടെ തൊട്ടാണ്? 1000 തൊട്ട് 1999 വരെയുള്ള ഡാറ്റ പാക്കറ്റ്, അടുത്ത 1000 ബൈറ്റ്സിനെയാണ് ഞാൻ അടുത്ത സെഗ്മെൻ്റായിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ആ സെഗ്മെൻറ്റിൻ്റെ സീക്വൻസ് നമ്പർ എത്രയായിരിക്കും? 1000 ആയിരിക്കും. അപ്പോൾ നമ്മൾ അയക്കുന്ന സെക്ഷൻ ഓഫ് ഡാറ്റ, ഓരോ സെഗ്മെൻറ്റ് സൈസിലും എത്ര ബൈറ്റ്സ് ഓഫ് ഡാറ്റനെ സെൻഡ് ചെയ്യുന്നുണ്ടോ അതിലത്തെ ഫസ്റ്റ് വാല്യൂവിനെയാണ് സീക്വൻസ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 0 to 999 ആയതുകൊണ്ട് 0 എന്ന് ഡിനോട്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് 1000 തൊട്ട് 1999 വരെ ആയതുകൊണ്ട് 1000 ആയിരിക്കും അടുത്ത സീക്വൻസ് നമ്പർ. അപ്പോൾ 0 എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്പറിൽ ഒരു 1000 ബൈറ്റ്സ് ഓഫ് ഡാറ്റനെ അവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന അക്നോളജ്മെൻറ്റ് എന്തായിരിക്കും? നെക്സ്റ്റ് എക്സ്പെക്റ്റിംഗ് സീക്വൻസ് നമ്പർ ആയിരിക്കും. അപ്പോൾ അവർ 1000 ബൈറ്റ്സ് ഓൾറെഡി റിസീവ് ചെയ്തു. ഇനി അവർ എക്സ്പെക്ട് ചെയ്യണത് ഏതാ? 999 കഴിഞ്ഞാൽ ഇനി അവർ എക്സ്പെക്ട് ചെയ്യണത് 1000 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് ഇനി അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ തിരിച്ച് അയക്കുന്ന അക്നോളജ്മെൻറ്റ് എന്തായിരിക്കും? 1000 എന്നായിരിക്കും. റിലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സീക്വൻസ് നമ്പർ സെൻഡ് ചെയ്താൽ അവർ റിസീവ് ചെയ്ത ഡാറ്റ ബൈറ്റ്സിൽ ഇനി അവർ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത സീക്വൻസ് നമ്പർ ഏതാണ് എന്നുള്ളതാണ് അവർ തിരിച്ച് അക്നോളജ്മെൻറ്റ് അയക്കുക.
ഓക്കെ. ഇനി ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൗണ്ട് ട്രിപ്പ് ടൈം. ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് അതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് കിട്ടാനെടുക്കുന്ന ടൈമാണ് റൗണ്ട് ട്രിപ്പ് ടൈം. അപ്പോൾ ഈ റൗണ്ട് ട്രിപ്പ് ടൈമിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം ഔട്ട്. ടൈമർ എക്സ്പയർ ആവാൻ ചാൻസ് ഈ ഒരു റൗണ്ട് ട്രിപ്പ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പ് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ അതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൗണ്ട് ട്രിപ്പ് ടൈം ഒരുപാട് ഗ്രേറ്ററായി പോയി കഴിഞ്ഞാൽ സെൻറ്റർ ഒരുപാട് നേരത്തേക്ക് ഈ ടൈമർ എക്സ്പയർ ആവാണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അക്നോളജ്മെൻറ്റിന്. അപ്പോൾ പാക്കറ്റ് ഓൾറെഡി ലോസായി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ടൈം ഔട്ട് കൂടുതലായതുകൊണ്ട് മാത്രമായിരിക്കും സെൻറ്റർ ചിലപ്പോൾ അത് അറിയാതെ പോകുന്നത്. അപ്പോൾ സെൻറ്റർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, ടൈം ഔട്ട് കഴിഞ്ഞിട്ടും ഈ അക്നോളജ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ടൈം ഔട്ട് ഗ്രേറ്ററായി പോയി കഴിഞ്ഞാൽ പാക്കറ്റ് ലോസ് ആയി എന്നുള്ള ഇൻഫർമേഷൻ സെൻറ്റർ അറിയാൻ ലേറ്റ് ആവും. ഇനി റൗണ്ട് ട്രിപ്പ് ടൈമിനേക്കാൾ നമ്മൾ കുറവായിട്ട് ടൈം ഔട്ട് സെറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും, ആ ഡാറ്റ പാക്കറ്റ് അവിടെ എത്തി അക്നോളജ്മെൻറ്റ് എത്തുന്നതിന് മുമ്പേ നമ്മുടെ ടൈമർ എക്സ്പയർ ആയി. അപ്പോൾ നമ്മൾ സെൻറ്റർ എന്ത് വിചാരിക്കും, പാക്കറ്റ് ഓൾറെഡി ലോസ് ആയി എന്ന് വെച്ച് വീണ്ടും അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കും. അപ്പോഴും ഓൾറെഡി റിസീവ് ചെയ്ത പാക്കറ്റിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റാണ് കൊടുക്കുക. അപ്പോൾ ഈ ടൈം ഔട്ട് സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് വരില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സെക്ഷനിൽ ഉള്ള ഇഷ്യൂസ് കൊണ്ട് ഇപ്പോൾ സ്ലോ സ്റ്റാർട്ട് മെക്കാനിസത്തിലേക്ക് പോകുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ, എഫിഷ്യൻസി ഇത്രയും കൂടി കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി എന്ന് പറയണത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാക്കറ്റ് സെൻഡർ ഒരു ഡാറ്റ സെൻഡ് ചെയ്തു. അപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്തപ്പോൾ പാക്കറ്റ് 3, പാക്കറ്റ് 4, പാക്കറ്റ് 5, പാക്കറ്റ് 6 അങ്ങനെ ഒരു 4 പാക്കറ്റാണ് സെൻഡർ റിസീവറിലേക്ക് അയച്ചത്. അതിൽ പാക്കറ്റ് 5 എന്ന് പറയണ പാക്കറ്റ് ഇൻ ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ്റെ ഇടയ്ക്ക് ലോസ് ആയിപ്പോയി. അപ്പോൾ അയാൾ റിസീവ് ചെയ്തത് എന്തൊക്കെയാണ്, പാക്കറ്റ് 3 റിസീവ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അയാൾ അക്നോളജ് ചെയ്യും. ഇനി വേണ്ടത് പാക്കറ്റ് 4 ആണ്. പാക്കറ്റ് 4 റിസീവ് ചെയ്താൽ അയാൾ പാക്കറ്റ് 5 തരാൻ പറഞ്ഞ് അക്നോളജ് ചെയ്യും. പാക്കറ്റ് 5 എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടിയത് ആരെയാണ്, പാക്കറ്റ് 6നെയാണ്. പാക്കറ്റ് 5 ലോസായിപ്പോയി, അയാൾക്ക് പാക്കറ്റ് 6 ആണ് റിസീവ് ചെയ്തത്. അപ്പോൾ അയാൾ എഗെയിൻ എന്താ പറയുക, പാക്കറ്റ് 8 വരണം എന്നല്ല ഇനി പറയണേ. അയാൾ എന്താ ചെയ്യുന്നത്, എഗെയിൻ അക്നോളജ്മെൻറ്റ് ഈസ് റീസെൻഡിങ് അക്നോളജ്മെൻറ്റ് 5. അതായത് അയാൾക്ക് ഇതുവരെയും പാക്കറ്റ് 5 കിട്ടിയിട്ടില്ല. വീണ്ടും അയാൾ പാക്കറ്റ് 7 കിട്ടി, പാക്കറ്റ് 8 കിട്ടി. എല്ലാം കിട്ടുമ്പോഴും അയാൾ എന്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, അയാൾക്ക് കിട്ടാതെ പോയ പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ്, ദാറ്റ് ഈസ് പാക്കറ്റ് 5 അക്നോളജ്മെൻറ്റ് 5 തന്നെയാണ് അയാൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ്, ഒറിജിനൽ അക്നോളജ്മെൻറ്റ് പ്ലസ് 3 ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം പാക്കറ്റ് 4 റിസീവ് ചെയ്തപ്പോൾ അയാളൊരു ഒറിജിനൽ അക്നോളജ്മെൻറ്റ് പാക്കറ്റ് 5 വേണ്ടി അയച്ചിട്ടുണ്ട്, അക്നോളജ്മെൻറ്റ് 5. അതുകൂടാതെ തൊട്ടടുത്ത് 3 കറക്റ്റ് പാക്കറ്റുകൾ സീക്വൻസിൽ റിസീവ് ചെയ്തിട്ടും അയാൾ തിരിച്ചയച്ചത് എഗെയിൻ അക്നോളജ്മെൻറ്റ് 5 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അക്നോളജ്മെൻറ്റ് 5ൻ്റെ ഒരു ഒറിജിനൽ അക്നോളജ്മെൻറ്റും ഒരു 3 ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റും സെൻഡറിന് കിട്ടി. അങ്ങനെ ഒരു 3 ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് സെൻഡറിന് എന്ത് മനസ്സിലാവും, ആ പെർട്ടിക്കുലർ പാക്കറ്റ് റിസീവറിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് റിക്കവറി എന്ന് പറയുന്ന ഈ ഒരു മോഡിലേക്ക് അയാൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അയാളത് എങ്ങനെയാണ്, അപ്പോൾ അത് 3 ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണു, പാക്കറ്റ് 5 റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണു. അത് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന അക്നോളജ്മെൻറ്റ് എന്താണ്, അപ്പോൾ 6ഉം 7ഉം 8ഉം ഓൾറെഡി റിസീവറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന പാക്കറ്റ് അക്നോളജ്മെൻറ്റ് 9th സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സീക്വൻസ് നമ്പറിന് വേണ്ടിയിട്ടാണ് റിസീവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു റെസ്പോൺസ് തിരിച്ചയക്കും. ഇനിയാണ് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി മോഡിൽ വർക്ക് ചെയ്യുക. ഇനി ഈ ഫാസ്റ്റ് റിക്കവറി മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ബെറ്റർ പെർഫോമൻസ് ആണ്, സ്ലോ സ്റ്റാർട്ടിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ TCPയിൽ 2 വേർഷൻസ് ആണ് യൂസ് ചെയ്ത് വരുന്നത്. വൺ ഈസ് TCP ടാഹോ ആൻഡ് TCP റെനോ. ഈ 2 മെത്തേഡിൽ ഒന്ന് സ്ലോ സ്റ്റാർട്ട് മെക്കാനിസവും ഒന്ന് ഫാസ്റ്റ് റിക്കവറി മെക്കാനിസവും ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റ് റീട്രാൻസ്മിറ്റിൽ നമ്മൾ പറഞ്ഞു 3 ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ് കിട്ടുമ്പോഴേ മാത്രമേ അയാൾ റീട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. സ്ലോ സ്റ്റാർട്ടിലാണെങ്കിൽ എങ്ങനെയായിരുന്നു, അക്നോളജ്മെൻറ്റ് കിട്ടാത്ത പാക്കറ്റിന് ഏതാണോ അതിനെ അയാൾ
റീസെൻഡ് ചെയ്ത് കൊടുക്കും, റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ആ ഡിസിഷൻ എടുക്കുന്നത് 3 ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ് വരെ റിസീവ് ചെയ്താൽ മാത്രമേ റീട്രാൻസ്മിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ സെൻഡർ എടുക്കുന്നുള്ളൂ. മറ്റോടത്ത് കുറച്ച് ആ ടൈമർ എക്സ്പയർ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ അക്നോളജ്മെൻറ്റ് വന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി സെൻഡർ റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ആ ടൈം ഔട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സെൻഡർ എടുക്കുന്ന ഡിസിഷൻ റീട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഡിസിഷൻ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്, TCP ടഹോ ആൻഡ് TCP റെനോ. അപ്പോൾ എന്താണ് ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് സെയിം ആസ് സ്ലോ സ്റ്റാർട്ടാണ്, ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഫാസ്റ്റ് റിക്കവറി ടെക്നിക്ക്. TCP റെനോയിൽ ഫാസ്റ്റ് റിക്കവറി മെത്തേഡിലാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ആദ്യം എങ്ങനെ പോകണു, രണ്ടിൻ്റെയും ഫസ്റ്റ് ഹാഫ് സെയിം ആണ്. ആദ്യം എക്സ്പൊണൻഷ്യലി തന്നെയാണ് ഇൻക്രിമെൻറ്റ് സംഭവിക്കുക. ആദ്യം നമ്മുടെ വിൻഡോൻ്റെ സൈസ് 1 ആണ്, ദെൻ അതിനെ ഡബിൾ ചെയ്ത് 2 ആക്കും, 2നെ ഡബിൾ ചെയ്ത് 4 ആക്കും, 4നെ ഡബിൾ ചെയ്ത് 8 ആക്കി. അതായിരുന്നു ത്രഷോൾഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലീനിയർ ഇൻക്രിമെൻ്റ് ആണ്. 9, 10, 11, 12 എത്തിക്കഴിഞ്ഞപ്പോൾ പാക്കറ്റ് ലോസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും, സ്ലോ സ്റ്റാർട്ടിലാണെങ്കിൽ ത്രഷോൾഡ് വാല്യൂവിനെ റീസെറ്റ് ചെയ്യും. കറണ്ട് വിൻഡോ സൈസ് ബൈ 2 എന്ന് പറഞ്ഞ് ട്രാൻസ്മിഷൻ വിൻഡോ സൈസ് റെഡ്യൂസ് ത്രഷോൾഡ് വാല്യൂ റീസെറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ 1ലേക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ റീസെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ റെനോ അല്ലെങ്കിൽ ഫാസ്റ്റ് റിക്കവറി മോഡിൽ അങ്ങനെ സംഭവിക്കില്ല. ത്രഷോൾഡ് റീസെറ്റ് ചെയ്യും, എഗെയിൻ നമ്മൾ ആ ത്രഷോൾഡിൽ നിന്ന് ലീനിയർലി ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ 12 എത്തിയപ്പോഴാണ് കൺജഷൻ ഒക്കർ ചെയ്തത്. അപ്പോൾ 12നെ 6 ആക്കി, അതായത് നമ്മുടെ പുതിയ ത്രഷോൾഡ് വാല്യൂ 6 ആക്കി സെറ്റ് ചെയ്തു. അതിനുശേഷം 6ൽ നിന്ന് വിൻഡോ സ്റ്റാർട്ട് ചെയ്യും. 6, 7, 8, 9 അങ്ങനെ ലീനിയർലി ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഇതാണ് ഫാസ്റ്റ് റിക്കവറി ടെക്നിക്ക്. ഇത് കമ്പയർ ടു സ്ലോ സ്റ്റാർട്ട് ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 മെത്തഡോളജിയാണ് ട്രാൻസ്മിഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് TCP യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണില്ല. ഫിക്സഡ് നെറ്റ്വർക്കുകളെ കുറിച്ച് മാത്രമാണ് സ്റ്റാൻഡേർഡ് TCP ചെക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മുടെ നോഡ് മൂവ് ചെയ്യുന്നത് കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഈ പാക്കറ്റ് ലോസ് ഉണ്ടാവാം. അത് ട്രാൻസ്മിഷൻ പാത്തിലുള്ള കൺജഷൻ മാത്രം ആയിരിക്കണം എന്നില്ല പാക്കറ്റ് ലോസിനുള്ള റീസൺ. നമ്മുടെ റിസീവർ ഒരു മൊബൈൽ നോഡാണെങ്കിൽ അയാളുടെ പൊസിഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ അയക്കണ പാക്കറ്റ് കറക്റ്റായിട്ട് റിസീവറിലേക്ക് എത്താതെ വരാം. അപ്പം മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോ അതുപോലെ ട്രാൻസ്മിഷൻ ഇതിൻ്റെ ഇടയിൽ വരാവുന്ന ട്രാൻസ്മിഷൻ എററുകൾ കൊണ്ടോ നമുക്ക് പാക്കറ്റ് ലോസുകൾ വരാം. ഈ കൺസെപ്റ്റ് ഒന്നും സ്റ്റാൻഡേർഡ് TCPയിൽ ഡീൽ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് പുതിയ വേരിയേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. TCPയുടെ തന്നെ അടുത്ത കുറേ വേരിയേഷൻസ് കണ്ടുപിടിച്ചു. അതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് TCP, മൊബൈൽ TCP ആൻഡ് സ്നൂപ്പിംഗ് TCP. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് TCP അല്ലെങ്കിൽ ട്രഡീഷണൽ TCP എന്ന് ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.